വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻസ് എന്ന ടോപ്പിക്കിലെ തേർഡ് സെറ്റ് ഓഫ് MCQ ആണ്. അപ്പോൾ നമ്മളൊരു 7 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ ഷോർട്ട് നോയ്സ് കറന്റ്. ഷോർട്ട് നോയ്സ് കറന്റ് നമ്മൾ എന്താന്ന് പറഞ്ഞു. ഇപ്പോൾ ഷോർട്ട് നോയ്സ് കറന്റിന്റെ മീൻ സ്ക്വയർ വാല്യൂ എങ്ങനെയായിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. വേരീസ് ഇൻവേഴ്സ്ലി ആസ് ആവറേജ് കറന്റ്, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആവറേജ് കറന്റ്, വേരീസ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് കറന്റ്, വേരീസ് ഡയറക്ട്ലി ആസ് ആവറേജ് കറന്റ്. നമ്മുടെ ആൻസർ വരുന്നത് വേരീസ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് കറന്റ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ മീൻ സ്ക്വയർ വാല്യൂ ഷോർട്ട് നോയ്സ് കറന്റിന്റെ ഇക്വേഷൻ നോക്കാം. ഷോർട്ട് നോയ്സ് കറന്റിനെ നമ്മൾ IN നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ IN സ്ക്വയർ ഈസ് ഈക്വൽ ടു 2QIDC ഇൻറ്റു ബി എന്നായിരിക്കും നമ്മുടെ എന്താണ് ഷോർട്ട് നോയ്സ് കറന്റിന്റെ ഇക്വേഷൻ. അല്ലെ ബി എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് നോയ്സ് കറന്റ് IN എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2QIDC ബി ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ വാരീസ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് കറന്റ് എന്ന് വന്നത്. ഇനി ഒരു പോയിന്റും കൂടെ നമുക്ക് ഇതൊന്ന് പഠിക്കാനുണ്ട്. It varies, അതായത് mean square value of the short noise current varies as square root of bandwidth also. Bandwidth കൂടെ ഉണ്ടല്ലോ. ബാൻഡ്വിഡ്ത്തിന്റെ സ്ക്വയർ റൂട്ട് അനുസരിച്ചും അത് വേരി ചെയ്യും. അപ്പൊ രണ്ട് കാര്യം നമുക്ക് പഠിക്കണം. The mean square value of the short noise current varies as square root of average current. Also, the mean square value of the short noise current varies as square root of bandwidth also. അപ്പൊ ആ രണ്ട് പോയിന്റ് ഷോർട്ട് നോയ്സിൽ നമ്മൾ പഠിക്കണം. Second question, white noise with power density N0/2 is applied to a low pass network for which h of 0 equal to 2. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വൈറ്റ് നോയ്സിന്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്താണ്? N0/2 ആണ്. അത് നമ്മൾ ലോ പാസ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് h of 0 എന്താണ്? നമ്മുടെ ലോ പാസ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. എന്ത്? 2 എന്ന് പറയുന്നത്. ഇനി നോയ്സ് ബാൻഡ് വിഡ്ത്ത് എന്താണ്? 2 MHz. ഇനി ഇഫ് ആവറേജ് ഔട്ട്പുട്ട് നോയ്സ് പവർ എന്താണ്? 0.1 watt ഇൻ എ 1 watt റെസിസ്റ്റർ, ദെൻ N0 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തന്നെ താഴെ നമുക്ക് നോട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പവർ ആവറേജ് ഔട്ട്പുട്ട് നോയ്സ് പവറിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആ ഇക്വേഷൻ ആദ്യം നമ്മൾ പഠിച്ചിരിക്കുക. അപ്പൊ എന്താണ്? PYY ആവറേജ് ഔട്ട്പുട്ട് നോയ്സ് പവർ PYY ഈസ് ഈക്വൽ ടു η0 ഇൻറ്റു h of 0 മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ WN ഡിവൈഡഡ് ബൈ 2π. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇവിടെ 0.1 watt എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്ന് നമ്മൾ എന്താ നമുക്ക് കാണേണ്ടത്? N0 ആണ് കാണേണ്ടത്. അപ്പൊ N0 ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ PYY ഇൻറ്റു 2π, ഈ മേലുള്ള ന്യൂമറേറ്റർ താഴേക്ക് വരും. എന്നിട്ട് ആ വാല്യൂസ് മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4, അതായത് എന്താണ്? H0 സ്ക്വയർ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2, അപ്പൊ അത് 4 ആവും. അപ്പൊ ആ വാല്യൂസ് ഫുള്ള് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസ് 1.25 ഇൻറ്റു 10⁻⁻8 watt/Hz നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. ഈ ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ കാണാതെ പഠിച്ചിരുന്നാൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം എടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ N0 വാല്യൂ നമുക്ക് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ D. Third question, simple question ആണ്. The probability density function of a random variable x is given as fx of x. A random variable y is defined as y is equal to ax plus b where a less than 0. PDF of random variable y is. നമുക്ക് probability density function ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു probability density function സ്മോൾ ലെറ്റർ ഫംഗ്ഷൻ ആയിരിക്കും. ക്യുമുലേറ്റീവ് ആകുമ്പോൾ ക്യാപിറ്റൽ ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അത് തരുമ്പോൾ തന്നെ നമുക്ക് അറിയണം അത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണോ ക്യുമുലേറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ആ നൊട്ടേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ fx of x എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എക്സിന്റെ. ഇനി ഈ റാൻഡം വേരിയബിൾ, ഇനി നമ്മൾ വീണ്ടും ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ? y is equal to ax plus b. കണ്ടീഷൻ എന്താണ്? a less than 0. അങ്ങനെയാണെങ്കിൽ PDF of again probability density function of a PDF probability density function ആണ് ഞാനിവിടെ PDF എന്ന് എഴുതിയിരിക്കുന്നത്. PDF of random variable y എന്തായിരിക്കും? നമുക്ക് എക്സിന്റെ PDF തന്നിട്ടുണ്ട്. fx of x എന്ന് y എന്നുള്ള റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ y-യുടെ PDF എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ABCD 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ജസ്റ്റ് നോക്കാം. അപ്പൊ fyy of dy is equal to fxx of dx.
അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം സിമ്പിൾ ആണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പ്രോബിലിറ്റി പഠിക്കുമ്പോൾ തൊട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പൊ അതൊന്നും നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് y of y is equal to fx of x dx by dy എന്ന് എഴുതാൻ പറ്റും. ഇനി y എന്ന് പറയുന്നത് നമുക്കറിയാം ax plus b എന്ന്. ഇനി അതിന്ന് നമ്മൾ dy by dx ചെയ്യാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a എന്ന് കിട്ടും. അതിന്ന് dy by dx a ആണെങ്കിൽ dx by dy എന്തായിരിക്കും? അതിനെ തിരിച്ചിടുക 1 by a ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് നമുക്ക് fy ആണ്, fy of y ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ fy of y is equal to fx of x dx by dy ആണ്. അപ്പൊ dx by dy യുടെ അവിടെ 1 by a എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. fx of x നെ നമ്മൾ ഇതിന്ന് നമ്മൾ xന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ y is equal to ax plus b എന്ന് പറഞ്ഞാൽ x എന്തായിരിക്കും? y minus b by a ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫോം നമുക്ക് കിട്ടുന്നത് ഈ ഓപ്ഷൻ സിയിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 by a fx of y minus b by a ആയിരിക്കും. ഒന്നും കൂടെ പറഞ്ഞുതരാം. fy of y dy is equal to fx of x dx ആണ്. അപ്പൊ അതിന്ന് നമ്മൾ എന്ത് എഴുതി? fy of y is equal to fx of x dx by dy എന്ന് എഴുതി. നമുക്ക് y തന്നിട്ടുണ്ട്. അതിന്ന് നമ്മൾ dy by dx ആദ്യം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് dx by dy ആദ്യം 1 by a എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ്? fx of x നെ നമ്മൾ xന്റെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത്? y minus b by a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ fx of y minus b by a into 1 by a എന്ന് വരും. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഓപ്ഷനിൽ സി ആണ്. നമ്മുടെ ആൻസർ സി ആണ്. Fourth question, a signal process m of t is mixed with a channel noise n of t. The power spectral density are s m of omega s n of omega. രണ്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്റ്റിമം വെയ്നർ-ഹോഫ് ഫിൽറ്ററിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്റ്റിമം വെയ്നർ-ഹോഫ് ഫിൽറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് HOP of omega is equal to SM of omega by SM of omega plus SN of omega ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 by 10 plus omega square ആണ്. സോ ആൻസർ നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഇത് ജസ്റ്റ് ആ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ്. Fifth question, a 1 microfarad capacitor is shunted by a 1 kilo ohm maintained at temperature 300 K. അപ്പൊ ഇത് നമുക്ക് മൂന്ന് വാല്യൂസ് തന്നിട്ടുണ്ട്. കപ്പാസിറ്ററിന്റെ വാല്യൂ 1 മൈക്രോഫാരഡ്, റെസിസ്റ്ററിന്റെ വാല്യൂ 1 കിലോ ഓം, മെയിൻറ്റൈൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിൻ. ഷണ്ട് ചെയ്തിട്ടുണ്ട്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് RMS നോയ്സ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഓവർ ദ എൻറ്റയർ ഫ്രീക്വൻസി ബാൻഡ്. അപ്പോൾ ആ ഫ്രീക്വൻസി എൻറ്റയർ ഫ്രീക്വൻസി ബാൻഡിലുള്ള RMS നോയ്സ് വോൾട്ടേജ്, നമ്മൾ RMS നോയ്സ് വോൾട്ടേജ് എന്ത് പറഞ്ഞു? VN ആണ് പറഞ്ഞിരുന്നു. VN വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ RMS നോയ്സ് വോൾട്ടേജ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം. അപ്പൊ നമ്മുടെ ഇതിന്റെ ഇക്വേഷൻ, സെഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതായത് കപ്പാസിറ്ററും റെസിസ്റ്ററും ഷണ്ട് ചെയ്യുമ്പോൾ സെഡ് എന്ന് പറയുന്നത് R/1 + jωCR ആയിരിക്കും. അപ്പൊ അതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് R/1 + ω² C² R² ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? VN² is equal to 4KT integral 0 to infinity real part of Z dF. അപ്പൊ നമുക്ക് ഈ റിയൽ പാർട്ട് ഓഫ് സെല്ലിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 4KT integral 0 to infinity R/1 + ω² C² R² dF. നമുക്ക് അതിന്റെ ആ വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ള ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇന്റഗ്രേഷൻ കണ്ടതിന് ശേഷം ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4.4 × 10⁻⁻15 എന്ന് കിട്ടും. അതിന്ന് നമുക്ക് VRMS കണ്ടുപിടിക്കാൻ, എന്താണ് ഇവിടെ V² ആണ്. സോ V കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആൻസർ 6.4 × 10⁻⁻8 വോൾട്ട് എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ. Sixth question, an amplifier operating over the frequency range 18 to 20 MHz. നമ്മൾ പറഞ്ഞു റേഞ്ച് ആയിരിക്കും ചില ക്വസ്റ്റ്യനിൽ തരിക. അപ്പൊ ആ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 MHz ആയിരിക്കും. ഹാസ് എ 10 kilo ohm input resistance. Input resistance 10 kilo ohm. RMS noise voltage at the input to the amplifier at ambient temperature 27 degree Celsius. ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മാറ്റണം.
അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 MHz, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10K, RMS നോയ്സ് വോൾട്ടേജ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ടെമ്പറേച്ചർ 27°C. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? RMS നോയ്സ് വോൾട്ടേജിന്റെ ഇക്വേഷൻ Vn = √4kTΔFR. അപ്പോൾ അതിൽ K എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, 4 ടെമ്പറേച്ചർ നമ്മൾ മാറ്റി കെൽവിനിലേക്ക് മാറ്റി, എന്നിട്ട് F എന്താണ്? 2 MHz, അപ്പോൾ 2 × 10⁻⁶, പിന്നെ 10K തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസിന്റെ വാല്യൂ 10K തന്നെ, 10 × 10⁻3. അപ്പോൾ അതിന്റെ റൂട്ട് കാണും, വാല്യൂ ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 18.2 microvolt എന്ന് കിട്ടും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. Last question. A system has a receiver noise resistance of 50 ohm. If it is connected to amplifier antenna with an output resistance of 50 ohm, noise figure of the system is. The noise figure ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. റിസീവർ നോയ്സ് റെസിസ്റ്റൻസ് 50 ohm എന്ന് തന്നിട്ടുണ്ട്, ആംപ്ലിഫയർ ആന്റിനയുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 50 ohm എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോയ്സ് ഫിഗറിന്റെ ഇക്വേഷൻ F = 1 + R=RA ആണ്. നമുക്ക് രണ്ട് വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ട് നമുക്ക് ഇവിടെ 50 ആയതുകൊണ്ട് ഇവിടെ 55 50 ചെയ്യുമ്പോൾ നമുക്ക് നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻ ഈസ് ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സെറ്റ് 3 ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.